ഭൂമി ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യൻ താനാണെന്ന അടിയുറച്ച വിശ്വാസത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജീവിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് എഴുത്തുകാരായ മാഗി ഹേബർമാനും ജനാർദ്ദൻ സ്വാനും ചേർന്ന് പുറത്തിറക്കാനിരിക്കുന്ന റിജീം ചേഞ്ച് എന്ന പുസ്തകമാണ് ട്രംപിന്റെ ഈ വിചിത്ര അധികാരമോഹങ്ങൾ പൂർണ്ണമായി പുറത്തുവിട്ടിരിക്കുന്നത്. ചരിത്രത്തിലെ ഈ ക്രൂരന്മാരായ സ്വേച്ഛാധിപതികളുടെ പേരുകൾ വായിക്കുന്നതിലും ഇവരുടെ നിരയിലേക്ക് സ്വയം പ്രതിഷ്ഠിക്കുന്നതിലും ഒരു വിചിത്രമായ ആനന്ദമാണ് ട്രംപ് കണ്ടെത്തുന്നതെന്ന് പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു. അവർക്ക് വിമാനങ്ങൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പരിഹസിച്ചുകൊണ്ട് തനിക്ക് അവരെക്കാൾ എങ്ങനെ അധികാരം കൂടുതലുണ്ടെന്ന് ട്രംപ് ഓരോന്നായി വിശദീകരിക്കുന്നു. ഈ അവകാശവാദങ്ങൾക്ക് പിന്നാലെ തന്റെ വാദം സ്ഥാപിക്കാൻ ട്രംപ് തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഒരു വിവാദരേഖ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. പ്രസിഡൻഷ്യൽ ഹിസ്റ്റോറിയൻ ഡേവ് കിങ് എനിക്ക് നന്നായി തോന്നുന്നുവെന്ന ക്യാപ്ഷനോടെയായിരുന്നു ഈ പോസ്റ്റ്. ഡൊണാൾഡ് ട്രംപ് ആണ് ഈ ഗ്രഹം ഇതുവരെ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തനായ മനുഷ്യനെന്നാണ് ആ കുറിപ്പിലുള്ളത്. ചരിത്രത്തിലെ പഴയ സ്വേച്ഛാധിപതികൾക്ക് ആഗോളതലത്തിൽ ഒരേ സമയം എത്തിച്ചേരാനുള്ള സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നുവെന്നും എന്നാൽ ട്രംപിന് ആധുനിക മനുഷ്യശക്തിയും അത്യാധുനിക സാങ്കേതിക വിദ്യയും വഴി ആഗോള സാമ്പത്തിക സൈനിക ശക്തിയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ വിരോധാഭാസം ട്രംപ് വിശേഷിപ്പിച്ച ഈ ചരിത്രകാരൻ ഡേവ് കിങ് യഥാർത്ഥത്തിൽ ഒരു ചരിത്രകാരനെ അല്ല, മറിച്ച് പ്രശസ്ത ഗോൾഫ് കളിക്കാരനായ ഗാരി പ്ലെയറിന്റെ ദീർഘകാല കാഡിയും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വസനമായ ഒരു വെറും ഗോൾഫ് സഹായി മാത്രമാണ് എന്നതാണ്. ആക്സിയോസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ അധികാരത്തിന് ഭൂമിയിൽ യാതൊരുവിധ അതിരുകളോ പരിധികളോ ഇല്ലെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാനെതിരായ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളാണ് തന്റെ ഈ അധികാര ബോധത്തിലേക്ക് തന്നെ എത്തിച്ചതെന്ന് ട്രംപ് തുറന്ന് സമ്മതിക്കുന്നു. ഞാനില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്രായേൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അല്പം വിവേകത്തോടെ നിലനിർത്തേണ്ടത് തന്റെ ചുമതലയാണെന്നും ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തന്റെ വലിയൊരു ആരാധികയായിരുന്നുവെന്നും ഇപ്പോൾ തനിക്ക് അവളെ ഒട്ടും ആവശ്യമില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. താൻ പറയുന്നതാണ് ലോകത്തിന്റെ നിയമമെന്ന് സ്ഥാപിക്കുന്ന ഒരു പുതിയ സ്വേച്ഛാധിപത്യ യുഗത്തിലേക്കാണ് ട്രംപ് ലോകത്തെ നയിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആശങ്കയോടെ വിലയിരുത്തുകയാണ്.